വാർത്തയിലേക്ക്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നതിൽ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് വിദഗ്ധർ. വയർ പുറത്ത് എടുക്കാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ശസ്ത്രക്രിയ നടത്തുമ്പോൾ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം സുമയ്യെ ബോധ്യപ്പെടുത്തുമെന്നും ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ തീരുമാനമായി. ഷിജോ കുര്യനുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഷിജോ, മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം എന്താണ്? വിശദാംശങ്ങൾ. 2023 തിരുവനന്തപുരത്ത് സുമയ്യ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ച് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ഈ ഗൈഡ് വയറായി പുറത്തെടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുമയ്യ അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ ഈ ഗൈഡ് വയർ ഇപ്പോൾ പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. ഇക്കാര്യം സുമയ്യയെ അറിയിക്കും. കാരണം ഇപ്പോൾ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയിട്ടുള്ള ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സുമയ്യയ്ക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ യോഗത്തിൽ വിശദമായിട്ട് വന്ന ചർച്ചയിൽ വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യം. അതായത് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയത് നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുക വലിയ സങ്കീർണതകൾ നിറഞ്ഞ കാര്യമാണ്. അങ്ങനെ അത് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ രക്തക്കുഴലുകൾ പൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കണമെങ്കിൽ ശസ്ത്രക്രിയ നടത്തണം. അങ്ങനെ ശസ്ത്രക്രിയ നടത്തുമ്പോൾ രക്തക്കുഴലുകൾ പൊട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ ഇന്നിപ്പോൾ മെഡിക്കൽ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സുമയ്യയെ അറിയിക്കും. ഒരുപക്ഷെ അത് നെഞ്ചിലിടുന്നാലും മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ മെഡിക്കൽ ബോർഡ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുത്താൽ അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ മെഡിക്കൽ ബോർഡിനുണ്ട്. അത് ഇക്കാര്യം സുമയ്യയെ അറിയിക്കും. നമ്മൾ അല്പസമയം മുമ്പ് സുമയ്യയുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ സുമയ്യയെ ഇക്കാര്യം നിലവിൽ അറിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത് എന്നുള്ള ഒരു വിവരമാണ് സുമയ്യ പങ്കുവച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ മെഡിക്കൽ ബോർഡിൻ്റെതായിട്ട് സുമയ്യയെ അറിയിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ അന്വേഷണം നടന്നു വരികയാണ്. വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും മന്ത്രി വീണ ജോർജ് അറിയിച്ചതാണ്. എന്തായാലും അതിനകത്ത് ഡോക്ടർക്കെതിരായി കടുത്ത നടപടി സ്വീകരിക്കണമെങ്കിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് അത് സംബന്ധിച്ചുള്ള തുടർ നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് പോവുക. എന്തായാലും മെഡിക്കൽ ബോർഡിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഗൈഡ് വയർ പുറത്തെടുത്താൽ ശസ്ത്രക്രിയയ്ക്കിടെ രക്തക്കുഴലുകൾ പൊട്ടി മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് മെഡിക്കൽ ബോർഡ് എത്തിയിട്ടുള്ളത്. അക്കാര്യം സുമയ്യയെ അറിയിക്കും. എന്തായാലും ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് റിസ്ക് ആണ് എന്നുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങനൊരു സംസാരമാണ് ഇന്നത്തെ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അക്കാര്യം അധികം താമസിയാതെ സുമയ്യയെ മെഡിക്കൽ ബോർഡ് അറിയിക്കുകയും ചെയ്യും.